ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഇഡ്ഡലിക്ക് ദോശയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനത്തെ വലിയ മുളക് ഒന്ന് എണ്ണയില്ലാതെ ഒന്ന് വറുത്തെടുക്കുക. അതിന് ശേഷം 2 വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതവിടെ ഉള്ളിയും ഇഞ്ചിയും ഞാൻ കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് 2 തക്കാളി ഒന്ന് പൊരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ട് പൊരിക്കണ്ട, കുറച്ചൊന്ന് വാട്ടിയാൽ മതി. ഇതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തക്കാളി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് പൊരിക്കുക. പക്ഷേ ഒന്ന് വേവണ്ടേ, അകത്ത് വേവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടച്ചു വയ്ക്കുക, ഒന്ന് വാട്ടിയെടുക്കുക. അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ അതൊന്ന് വാട്ടിയെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് അടച്ചു പിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായി. അപ്പോൾ ഒരുമാതിരി ആയിക്കോട്ടെ. ഇനി ഒന്ന് കുറച്ച് എണ്ണ മതി കേട്ടോ, ഇതിലധികം എണ്ണ വേണ്ട. ഇത്രയും വടിയ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് പൊരിച്ചാൽ, നന്നായിട്ട് പൊരിക്കണ്ട കേട്ടോ. ഇനി അടുത്തതായി നമുക്ക് വേണ്ടത് ഉള്ളിയാണ്. ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം എണ്ണ ഒഴിച്ചാൽ മതി. ഒരു ശക്കല എണ്ണ ഒഴിച്ചാൽ മതി. അത് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇപ്പോൾ എണ്ണ ഒഴിച്ചിട്ടില്ല. ഒന്നുകൂടി ഒന്ന് കളറൊന്ന് മാറുമ്പോൾ ഒന്ന് വാടുമ്പോൾ കുറച്ച് എണ്ണ ഒഴിക്കുക. എളുപ്പം വാടാൻ ഇതാവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ട് അപ്പോൾ അത് കുറച്ച് വാടിയിട്ടുണ്ട്. ഇതുണ്ട്, ഒന്ന് വാടി. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിക്കാം. ഏകദേശം ഒരു 1/2 സ്പൂൺ മതി. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഒരു സ്പെഷ്യൽ നമുക്കൊരാളെ ചേർക്കാം. ഇതാണ് ഒരു കുറച്ച് കടല, നിലക്കടല ചേർത്ത് അതും കൂടി ചേർത്ത് ഒന്ന് വറക്കുക. കടല ഒന്ന് പകുതി വറുത്താൽ മതി കേട്ടോ. ഒത്തിരി നന്നായിട്ടൊന്നും വേണ്ട. അതായത് ചട്നിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അത് ഇവിടെയുള്ളവർ ഇങ്ങനെയാണ് ഉള്ളി ചട്നി ഉണ്ടാക്കുന്നത്. അപ്പം അവർ കുറച്ച് ജീരകവും കടുവും കൂടി ആദ്യം വറുത്തിട്ട് അതിലേക്കാണ് ഈ ഉള്ളി ആക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും അത് ഇഷ്ടപ്പെടില്ല. ഈ ജീരകവും കടുവും കൂടി വറുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളി ഇട്ടിട്ട് അതും കൂടി ചേർത്താണ് ചട്നി ഉണ്ടാക്കുന്നത്. കുറച്ച് പഞ്ചസാര ഇടും കേട്ടോ, അവർക്ക് മധുരം വേണം. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. വേണമെന്നുള്ളവർക്കാക്കാം. കരിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ കരിവേപ്പിലയില്ല. ഇവിടെ കരിവേപ്പില കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കരിവേപ്പിലയില്ല. കരിവേപ്പിലയോ മല്ലിയിലയോ അതും കൂടെ ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിയും റെഡിയായി. ഇതധികം എണ്ണ വേണ്ട കേട്ടോ, എണ്ണയില്ലാതെ ആക്കണതാണ്. വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇവർ പച്ചമുളക്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ആദ്യം ജീരകവും കടുവും കൂടി വറക്കും. എന്നിട്ട് അതിലേക്കാണ് ഇതെല്ലാം ഇട്ട് വേറെ വേറെ ആക്കി ചട്നി ഉണ്ടാക്കുന്നത്, അരച്ച് ചട്നി ഉണ്ടാക്കും. അപ്പോൾ നോക്കും, നമ്മുടെ ചട്നിക്കുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും ഇതിൻ്റെ അടിയിലേക്ക് ഉള്ളി അതിൻ്റെ മുകളിൽ കൂടി ഇട്ടുകൊണ്ട് കാണാത്ത കേട്ടോ. മുളക് വറുത്തത്, തക്കാളി വറുത്തത്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ആറിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോൾ ഞാനതൊന്ന് ചൂടാക്കാനായിട്ട് ചട്നി അരച്ചെടുത്തു. അതിന് ശേഷം നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഒരു കുറച്ച് എണ്ണ ഒഴിച്ച്, വേണ്ടവർക്ക് ഇത് കടുക് വറുത്ത് എടുക്കാം കേട്ടോ. കടുക് വറുത്ത് അങ്ങനെ ചെയ്യാം.
ഞാൻ കടുക് വറുക്കില്ല. ഞാനിങ്ങനെ വെറുതെ എണ്ണ ഒഴിച്ചിട്ട് ഇതിലൊന്ന് ചൂടാക്കി എടുക്കും ചട്നി. അപ്പോൾ ഇതിലൊപ്പം നമുക്ക് കരിവേപ്പില ഇടുകയോ മല്ലിയില ഇടുകയോ ഒന്നും ചെയ്യാം. ഈ മെയിൻ ഒരാളുണ്ട് കേട്ടോ, അതാണ് മാഗി മസാല. കുറച്ച് മാഗി മസാല ഇട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. അവർ ജീരകവും കടുകും ഇടുന്നതിന് പകരം ഞാൻ എന്താ ഇട്ടതെന്ന് വെച്ചാൽ മാഗി മസാല. അങ്ങനെ നമ്മുടെ ചട്നി റെഡിയായി. അരച്ച് കഴിഞ്ഞൊന്ന് കടുക് വറുക്കേണ്ടവർക്ക് കടുക് വറുക്കാം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വെറുതെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കരിവേപ്പിലയും അത് ഇടാം. പിന്നെ മാഗി മസാല ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് മാത്രം. അത് ഓപ്ഷനാട്ടോ, വേണമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ നമ്മുടെ ചട്നി റെഡിയായി. അപ്പോൾ നമ്മുടെ ഇഡലിയും ചട്നിയും റെഡിയായി. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ചട്നി? നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യും. ഒരു പുതിയ ഇതിൽ പഞ്ചസാര ഇടും അവർ. ഇത് ഗുജറാത്തി സ്റ്റൈൽ ചട്നിയാണ്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് പഞ്ചസാരയും കൂടെ ഇടും, ജീരകവും കടുകും വറക്കും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ നിങ്ങൾക്കും ചെയ്തു നോക്കാം, പഞ്ചസാരയും ഇട്ട് നോക്കാം. അതൊക്കെ ഇതിൽ ഇഷ്ടമാണ്. ഞാൻ സ്പെഷ്യലായിട്ട് ചേർത്തെന്ന് പറയാനായിട്ട് ഇതിൽ മാഗി മസാല മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം കമൻ്റ് ഇടാൻ മറക്കരുത്. സബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ് ചെയ്തേക്കണേ, സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ